ഇത് ചിതൽപുറ്റാണ്. ഇതൊരു ഔഷധ കൂട്ടാന്ന് തന്നെ പറയാം. ആയുർവേദ ചികിത്സയിലൊക്കെ ചിതൽപുറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറാണ്. നമ്മളിത് കണ്ടല്ലോ, ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് മുട്ടി കൊടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പം അവരതിൻ്റെ പണി തുടങ്ങും. വളരെ പതുക്കെ വന്ന് അതിങ്ങനെ ബിൽഡ് ചെയ്തവർ പഴയ പോലെ തന്നെയാക്കും. ഇനി വയനാട്ടുകാർക്ക് ഈ ചെതൽപുറ്റ് ആഹാരമായിരുന്നു. ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ നന്ന് അത് രാമേന്ദ്രേട്ടൻ പറയുന്നതായിരിക്കും. ശാരീരികമായിട്ടുള്ള നമുക്ക് വരുന്ന ചില അസുഖങ്ങളുണ്ട്. ബെരേൻ്റെ അസുഖം. ഈ ചിലവർ പറയും ഈ പണ്ട് അരി തിന്നാൻ പാടില്ല, അരി തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മറ്റേ വിര ശല്യം കൂടുന്നു. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ് റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിര പിടിച്ച മനുഷ്യന്മാർക്ക് ഈ ഒരു ഇത് കഴിക്കുമ്പോഴത്തേനും വിര ശല്യം ഒഴിവാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഔഷധ കൂട്ടെന്ന് പറയുമ്പം ആ ചെതലുകളുടെ ഒരു കൈ പ്രവൃത്തി തന്നെയാണ്. അവരാ ചെയ്തതിൻ്റെ ഒരു ഇത് തന്നെയാണ്. അല്ലെങ്കിൽ വെറുതെ മണ്ണ് തിന്നുന്നല്ലല്ലോ, ഈ മണ്ണിന് അവർ പ്രത്യേകത വരുന്നത്. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രകൃതി തന്നെ ഇതിനെ വേണ്ടിയിട്ട്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് വയനാട്ടിലെ ആദിമകാലത്തുള്ള മനുഷ്യര് പട്ടിണി കിടന്ന സമയത്ത് ഈ ചെതൽ മണ്ണ് കൊണ്ടുപോയി കുഴച്ച് അവരുടെ അടുപ്പിന്റെ അവിടെ വെച്ച് ഉണക്കി എടുത്തിട്ട് മറ്റൊന്നും ചേർക്കാതെ കഴിച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്. ഞാനും കഴിച്ചിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ. ഞാനും ഇവിടുത്തെ കാടുകളിലൂടെ കന്നലേക്ക് വെച്ച സമയത്ത് മറ്റുള്ള പിള്ളേർ, ആദിവാസികളായിട്ടുള്ള ആൾക്കാർ തന്നെ കഴിക്കുന്ന സമയത്ത് അവരോട് ഞാനും കഴിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ടേസ്റ്റാണ്, ഒരു വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക്. പക്ഷേ എനർജി ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇതുപോലെ മണ്ണ് തിന്നുന്ന, ഉപ്പ് കൂട്ടി മണ്ണ് തിന്നുന്നവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത്. നമ്മുടെ വയനാട്ടിലെ മനുഷ്യരും കഴിച്ചിട്ടുണ്ട്. അതെ, സത്യമാണ്. നമ്മുടെ വൈദ്യരും ഞാനും കഴിച്ചിട്ടുണ്ട്. 52 വയസ്സുള്ള അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ചെതൽമണ്ണ് കഴിച്ച് വിശപ്പടക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വയനാട്ടിലെ ഒരു അവസ്ഥ വറുതിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടം. ഇന്ന് ഒരുപാട് മാറ്റം വന്നു. ഞാനൊക്കെ വീട്ടിൽ പോത്തുണ്ടായിരുന്നു. പോത്തിന്റെ പുറത്ത് കയറി അങ്ങ് പോകും തീറ്റാൻ വേണ്ടി. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്ത് നമുക്ക് തിന്നാൻ ബബ്ലിമൂസ് കിട്ടും, പേരക്ക കിട്ടും, ഓറഞ്ച് കിട്ടും, തേങ്ങ വീണ് കിട്ടും, എല്ലാം കിട്ടുമായിരുന്നു അല്ലേ. കാട്ടില് പിന്നെ ഒരുപാട് പഴങ്ങളുണ്ട്, ഓരോ സീസണിൽ ഉത്പാദിപ്പിക്കുന്ന പഴങ്ങൾ. അത് മൊത്തം തിന്നുക, അതിന്റെ ഒരു എനർജി. അതിന്റെ ഇപ്പൊ എനിക്ക് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പിന്നെ ഒരു സാധനവും ഇല്ല, ഒക്കെ നോർമലാണ്. പൂർണ്ണ ആരോഗ്യവാനാണ്.